കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ജാമ്യ ഹർജി തള്ളിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കോടതിയിൽ എന്താണ് സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള പി സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. നേരത്തെ ഈ വിശദമായിട്ട് തന്നെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേട്ടിരുന്നു. പ്രധാനമായിട്ടും ഈ ED മുന്നോട്ട് വെച്ച വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സതീഷ് കുമാറിന് നേരിട്ടും അല്ലാതെയും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും സതീഷ് കുമാറിന് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു ED ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച പ്രധാന വാദവും ആവശ്യവും. എന്നാൽ ഈ സതീഷ് കുമാർ കോടതിയിൽ അറിയിച്ചത് തനിക്ക് ഈ ഒരു ഇടപാടുമായി ബന്ധമില്ല, മറിച്ച് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാനായിട്ട് നിർബന്ധിച്ചിരുന്നു. പക്ഷെ അതിന് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് തന്നെ ഇതിൽ കുടുക്കിയത് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു സതീഷ് കുമാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ സതീഷ് കുമാറിനെതിരായിട്ടുള്ള തെളിവുകൾ അത് ശക്തമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിഷേധിച്ചത്. 2023 സെപ്റ്റംബർ മാസമായിരുന്നു സതീഷ് കുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്തത്. ബിനാമിയായിട്ട്, അതായത് രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ബിനാമിയായിട്ട് സതീഷ് കുമാർ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു EDയുടെ കണ്ടെത്തൽ. എന്തായാലും ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.